എല്ലാവർക്കും നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന അതിന് മുന്നേ മഴ എന്തായി നിങ്ങളുടെയൊക്കെ സ്ഥലത്ത്? ഇവിടെയൊക്കെ ഞങ്ങളുടെ ഏരിയയിലൊക്കെ ഭയങ്കര മഴ. ഇന്ന് അവധിയും എല്ലാമായിരുന്നു. യെല്ലോ അലേർട്ടും ഒക്കെയാണ്. ഭയങ്കര മഴ. രാത്രി ഇന്നലെ ഉച്ചയ്ക്ക് തുടങ്ങിയതാണ്, ഇതുവരെ നിന്നിട്ടില്ല. അങ്ങനെ നല്ല തണുപ്പായത് കാരണം കറണ്ട് പോയി വന്ന് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ വേഗം കറണ്ട് വന്ന സമയത്ത് ഓടി വന്നിരുന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. കഴിയുന്നതും സെയിം ഡേ തന്നെ കൊടുക്കാൻ ശ്രമിക്കും. ഇപ്പം അങ്ങനെ വലിയൊരു ഓവർവെൽമിങ് നമ്പേഴ്സ് ഇല്ല, റീസണബിൾ ആണ്. അത് കാരണം മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ കഴിയുന്നത് സെയിം ഡേ, മാക്സിമം നെക്സ്റ്റ് ഡേ കേട്ടോ. വേറെ എന്താണ്? ഓക്കെ, അപ്പോൾ ഇന്നത്തെ റീഡിങ് നമുക്ക് തോട്ട്സ് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്തുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ തോട്ട്സ്, നിങ്ങളെക്കുറിച്ച് കറണ്ട് ഓണസ്റ്റ് ട്രൂ തോട്ട്സ് ഫോർ യു എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2 ഗ്രൂപ്പായിട്ട് തന്നെ നോക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് കൂടുതൽ നമുക്ക് കവർ ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ ഫസ്റ്റ് ചോയ്സ് ഇത് പൈറൈറ്റ്. കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയില്ല. പൈറൈറ്റിൻ്റെ ക്ലസ്റ്ററാണ്. ഇതാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ ഇത്, അല്ലെങ്കിൽ സെക്കൻഡ് ചോയ്സ് ഈസ് റോസ് ക്വാർട്സ് ക്രിസ്റ്റൽ. ഓക്കെ, പൈറൈറ്റ് അല്ലെങ്കിൽ റോസ് ക്വാർട്സ് ക്രിസ്റ്റൽ, ഇതിലേതാണ് നിങ്ങൾക്ക് ആകർഷണം ആയിട്ട് തോന്നുന്നതെന്ന് വെച്ചാൽ അത് ചൂസ് ചെയ്തോളാം. ഓക്കെ, തുടങ്ങാം. നമഃശിവായ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. അതിന് മുന്നേ ഓർക്കുക, ഇതൊരു ജനറൽ കളക്റ്റീവ് ടൈംലെസ് റീഡിംഗ് ആണ്. എത്രത്തോളം റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക. ഫോഴ്സ്ഫുള്ളി റീഡിങ്ങുമായിട്ട് റെസനേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. പോസിറ്റീവ് വന്നാലും നെഗറ്റീവ് വന്നാലും ഒരു ന്യൂട്രലായിട്ട് നിന്ന് എന്താ പറയുക, ഓവർലി എഫക്റ്റഡ് ആവാതെ ഇരിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഓക്കെ, തുടങ്ങാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ, എൻ്റെ വ്യൂവേഴ്സ് ഈ വീഡിയോ കാണുന്ന സമയത്ത് അവരെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്? My viewers person's thoughts about them at this current moment, whenever they are watching this video. എൻ്റെ വ്യൂവേഴ്സ് ഈ വീഡിയോ കാണുന്ന സമയത്തുള്ള എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഓണസ്റ്റ് ട്രൂ തോട്ട്സ് എന്താണ്? 2 പൈലായിട്ടാണ് ഡിവൈൻ നോക്കുന്നത്. ഫസ്റ്റ് പൈല് പൈറൈറ്റ് ചൂസ് ചെയ്തവർക്കായിട്ട്. പൈറൈറ്റ് ചൂസ് ചെയ്തവരുടെ പേഴ്സൺ ഈ സമയം അവരെക്കുറിച്ച് എന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞത്. ഇന്ന് ഡിവൈൻ ഗൈഡൻസും കൂടെ എടുക്കാം ലാസ്റ്റിൽ കേട്ടോ. എടുക്കാണേ. Ace of Pentacles, good. 2 of Pentacles, King of Cups, good. Judgment, Nine of Swords, 4 of Wands, very good. Strength, Knight of Cups, 7 of Pentacles, Death, Chariot, Queen of Swords, The Emperor. എന്തെങ്കിലും കാർഡ്സ് ഇടയിൽ ക്ലാരിഫൈ ചെയ്യണമെന്ന് തോന്നിയാൽ ഞാൻ ചെയ്യും കേട്ടോ. പ്രത്യേകിച്ചൊന്നും ക്ലാരിഫിക്കേഷൻ ഇവിടെ ആവശ്യം വരുന്നില്ല. ഇവിടെ ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച്, അതായത് പൈറൈറ്റ് ചൂസ് ചെയ്ത ആൾക്കാർക്കുള്ളതാണിത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ, നിങ്ങളിത് കാണുന്ന നിമിഷം അവർ നിങ്ങളുമായൊരു പുതിയ തുടക്കം ഉണ്ടാവുന്നതിനെ പറ്റി ആലോചിക്കുകയാണ്. ഓക്കെ, ഒരു പക്ഷേ നിങ്ങളുടെ അടുത്ത് മനസ്സ് തുറക്കാത്തവരാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് മനസ്സ് തുറക്കാനും ഒരു പ്രപ്പോസൽ ഒക്കെ ആയിട്ട് ഒരു മുന്നോട്ട് പോകാനൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ ഓൾറെഡി റിലേഷൻഷിപ്പിലാണെങ്കിൽ അതൊരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ടെടുത്ത് ഒരു മാരേജ് പ്രപ്പോസലൊക്കെ ചെയ്യുന്നതിനെ പറ്റിയിട്ട് അവർ ആലോചിക്കുന്നുണ്ട്. ചിലരുടെ കാര്യത്തിൽ ഒരു കൺഫ്യൂസിങ് സിറ്റുവേഷൻ
ഉള്ളതായിട്ടും കാണുന്നു. അവിടെ എന്തുകൊണ്ടാണ് ജഗ്ലിംഗ് വന്നത് ഡിവൈൻ? പ്ലീസ് ക്ലാരിഫൈ. ടു ഓഫ് പെന്റിക്കിൾസ്, വൈ ആർ ദി ജഗ്ലിംഗ് ഡിവൈൻ? എന്തുകൊണ്ടാണ് അവിടെ ജഗ്ലിംഗ് വന്നത്? ഹൈ പ്രീസ്റ്റസ് ആൻഡ് ഹാങ്ഡ് മാൻ. അതായത് ഇവരുടെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇവരുടെ അമ്മയുടെ ഭാഗത്തു നിന്നും ചിലപ്പോൾ ഒരു എന്താ പറയുക തടസ്സം, അവർക്കൊരു എതിർപ്പ് ഉണ്ടാവുമായിരിക്കും നിങ്ങളുടെ റിലേഷന്. അത് ഒരു സ്റ്റക്ക് സിറ്റുവേഷനായിട്ട് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് തരണം ചെയ്യാൻ അവർക്ക് സാധിക്കും. അതിനെ പറ്റിയിട്ട് അവർ ചിന്തിക്കുകയാണ് കേട്ടോ. ഇത് തരണം ചെയ്യാൻ അവർക്ക് സാധിക്കും. ആ സമയം മാറി വരും എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത് കേട്ടോ. അതായത് ആ സമയം മാറി വരും, പോസിറ്റീവിലേക്ക് വരും എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. ഇവിടെ 2 സിനാറിയോ നമുക്ക് എടുക്കാൻ സാധിക്കും. ഒന്നുകിൽ ഇവർ മാരീഡാണ്, എന്നിട്ട് ഇവർക്ക് ഭയമുണ്ട്, ഇവരുടെ സ്പൗസ് നിങ്ങളുടെ കാര്യം, ഇവർക്ക് നിങ്ങളോട് ഒരു ഇഷ്ടമുള്ള കാര്യം അവരറിഞ്ഞാൽ അതൊരു പ്രശ്നമാകും എന്നവർ പേടിക്കുന്നു. അല്ലെങ്കിൽ ഇത് ഇവരുടെ അമ്മയാണ്, അമ്മയുടെ എതിർപ്പ് വളരെ പ്രബലമായിട്ട് കാണുന്നു. അവിടെയും അവരൊരു സ്റ്റക്ക് സിറ്റുവേഷനായിട്ട് ഫീൽ ചെയ്യുന്നു. 2 സിനാറിയോയിലും ഇവർ ഈ സിറ്റുവേഷൻ മാറി വരും എന്ന് തന്നെ വിശ്വസിക്കുന്നു കേട്ടോ. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഓർത്തുകൊണ്ടിരുന്നത്. ജഡ്ജ്മെൻറ്റ് വെച്ചിട്ട് നിങ്ങൾ അവരുടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട്. നിങ്ങൾ ഭയങ്കര സ്പിരിച്വലായിട്ടൊരു പേഴ്സണാണ് എന്നും അവർക്ക് തോന്നാറുണ്ട്. അതേപോലെ ഒരു പ്രയർ ഗ്രൂപ്പ് അല്ലെങ്കിൽ എന്താ പറയുക, അങ്ങനെയൊക്കെ നിങ്ങൾ സ്ഥിരമായിട്ട് അമ്പലം, പള്ളി അങ്ങനെയൊക്കെ വെച്ച് നിങ്ങൾ സ്ഥിരം കാണാറുള്ള ആൾക്കാരായിരിക്കണം. അതുകൊണ്ട് തന്നെ ഇവർക്ക് തോന്നാറുണ്ട് നിങ്ങൾ ഭയങ്കര സ്പിരിച്വലായിട്ടുള്ള ഒരാളാണ്, ഏഞ്ചൽ ഗൈഡൻസ് നിങ്ങളുടെ റിലേഷൻ ഉണ്ട് എന്നൊക്കെ ഇവർക്ക് തോന്നാറുണ്ട് കേട്ടോ. ഇവർ പ്രാർത്ഥിക്കാറുമുണ്ട് നിങ്ങളുടെ അവരുടെ ആ റിലേഷൻഷിപ്പ് സക്സസ് ആവാൻ വേണ്ടിയിട്ട് കേട്ടോ. അവരതിനെ പറ്റിയിട്ടൊക്കെ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ചിലർ ഒരമ്പലം, പള്ളി വിസിറ്റൊക്കെ ഇന്ന് പ്ലാൻ ചെയ്ത് കാണും. നിങ്ങൾ ഇത് കാണുന്ന സമയത്ത് അവരതിനെപ്പറ്റി ചിന്തിക്കുന്നതുമാവാം. ഒരു റിലീജിയസ് വിസിറ്റൊക്കെ അതിനെപ്പറ്റിയൊക്കെ അവർ ചിന്തിക്കുന്നതും ആവാം കേട്ടോ. അതുമല്ലെങ്കിൽ അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനൊക്കെ ഉള്ളൊരു സിറ്റുവേഷൻ ആണെങ്കിൽ അവരിൽ പലരും ഒരു സെപ്പറേഷനെ പറ്റിയിട്ട് ആലോചിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെയും ആവാം. ഓക്കെ, അടുത്തത് അതിനെപ്പറ്റി ഒരു ചിന്തിക്കുകയാണ് അവിടെ ഇരുന്ന്. ചിലർ സിറ്റുവേഷൻസിൽ ഒരു എന്താ പറയുക പെട്ട് കിടക്കുന്നത് കാരണം വളരെ സ്ട്രെസ്ഡായിട്ടും ഉറക്കമില്ലാതെ എഴുന്നേറ്റിരുന്ന് ആലോചിക്കുന്നതായിട്ടും കാണുന്നു. ഒരു പക്ഷേ ഇത് കാണുന്ന സമയത്തിന് തലേ ദിവസം രാത്രി ഇവർ ഒട്ടും ഉറങ്ങിക്കാണാൻ സാധ്യതയില്ല. ഉറക്കം തീരെ കുറവാണ്. അവർക്ക് ചിന്തകൾ കാട് കയറി പോകുന്നത് പോലെയാണ്. വീണ്ടും വീണ്ടും ഈ സിറ്റുവേഷനെ കുറിച്ച് അവർ ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അതേപോലെ 4 ഓഫ് വോൺസ് വെച്ചിട്ട് ഒന്നുകിൽ ഒരു ഇവൻറ്റിൽ വെച്ചിട്ട് 4 പേര് കൂടുന്നൊരു സ്ഥലത്ത് വെച്ച് നിങ്ങൾ തമ്മിൽ കാണണം എന്ന് അവരാലോചിക്കുന്നുണ്ട്. കാണാനുള്ള സാധ്യത അവിടെ വരുന്നുണ്ട്. ഒരു ഇവൻറ്റോ കല്യാണമോ അങ്ങനെ എന്തോ ഉണ്ട്, ഒരു മീറ്റിങ്ങോ അങ്ങനെ എന്തോ വരാനുള്ള സാധ്യതയുണ്ട്. അവിടെ വെച്ച് നിങ്ങൾ തമ്മിൽ കാണാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഇവരതിനെപ്പറ്റി ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. കാണുമ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ പറയണം, എങ്ങനെയാണ് അത് ഓർഗനൈസ് ചെയ്യേണ്ടത്, നിങ്ങളെങ്ങനെയാണ് സ്വീകരിക്കേണ്ടത്, അങ്ങനെയൊക്കെ ഇവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഒരു പക്ഷേ ഒരു മീറ്റിംഗ് ഒക്കെ ആണെങ്കിൽ മറ്റു ആൾക്കാരും കൂടെ കാണുക, ഒറ്റയ്ക്കുള്ളൊരു ഇതല്ല കേട്ടോ, ഒരു ഇവൻ്റാണ്, കുറേ പേരുണ്ട്. ഒരു മീറ്റിംഗ് ആയിരിക്കാം, ഒഫീഷ്യൽ മീറ്റിംഗോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കാം. അല്ലെങ്കിൽ നിങ്ങളായിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ള എന്തൊരു ഫങ്ഷൻ അതിൽ ഇവർ വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ എന്താണ് കൂടുതലായിട്ടൊരു ഇവൻ്റ് അങ്ങനെ തന്നെയാണ് കാണുന്നത്. ഞാൻ അവിടെ ഒരു പ്രപ്പോസൽ എന്ന് ഞാൻ എടുക്കില്ല, കാരണം ഇപ്പുറത്തെ സ്ട്രെങ്ത്തും ഇപ്പുറത്തെ 9 ഓഫ് സ്വാർട്സുമാണ്. അവിടെ ഒരു പ്രപ്പോസൽ എന്ന് പറയാനുള്ള അത്രയും മാത്രം ഒരു ഉറച്ച തീരുമാനം അവരെടുത്തിട്ടില്ല അവിടെ. ഓക്കെ, അതുകൊണ്ടാണ് തമ്മിൽ കാണണം, സംസാരിക്കണം എന്നുള്ള ചിന്തയാണ് അവിടെ പ്രബലമായിട്ടും കാണുന്നത് കേട്ടോ. ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു തമ്മിൽ കാണുക എന്നുള്ളൊരു വിഷ് ഫുൾഫിൽമെൻ്റാണ് അവിടെ നടക്കുന്നത്. ഓക്കെ, ഒരുമിച്ചുള്ള ജീവിതം എന്നുള്ള ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് അല്ല, തമ്മിൽ കണ്ട് സംസാരിക്കാനുള്ള ഒരു വിഷ് ഫുൾഫിൽമെൻ്റാണ് അവിടെ നടക്കുന്നത്. എന്തൊക്കെ ആയാലും കാര്യങ്ങൾ വളരെ ക്ഷമയോടെ മാത്രമേ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കൂ എന്നവർ കരുതുന്നുണ്ട്. കാരണം മുകളിൽ ഈ പറഞ്ഞ പോലത്തെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ
ഉണ്ട്. അതിനെക്കുറിച്ച് ഇവർ സ്ട്രെസ്ഡും ആണ് അല്ലേ. ഓവർ തിങ്കിങ് ആണ്, തുടർച്ചയായിട്ട് ചിന്തകൾ ഇവരുടെ മനസ്സിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവർ ആലോചിക്കുന്നത് ഈ കാര്യങ്ങൾ ക്ഷമയോടെ തന്നെ കൈകാര്യം ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ്. മറ്റു ചിലർ നിങ്ങളെ വിഷമിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങളോടൊരു മാപ്പ് ചോദിക്കണം. നിങ്ങളെ കാണാൻ വരുമ്പോൾ നിങ്ങൾക്കൊരു ഗിഫ്റ്റ് അങ്ങനെ എന്തെങ്കിലും വാങ്ങിച്ചിട്ട് വരണം, നിങ്ങളെ സന്തോഷിപ്പിക്കണം എന്നൊക്കെ തന്നെ ആലോചിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തൊക്കെ ചെയ്താൽ നിങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റും, എന്തൊക്കെ ചെയ്താൽ നിങ്ങളെ സമാധാനിപ്പിക്കാൻ പറ്റും എന്നൊക്കെ ഇവരാലോചിക്കുന്നതായിട്ട് കാണുന്നു. ചിലർ അവരുടെ വർക്കിനെ കുറിച്ചും ആലോചിക്കുന്നുണ്ട്. ഈ ഇവൻ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവരതിനെ പറ്റിയും ചിന്തിക്കുന്നത്. അതായത് വർക്ക് റിലേറ്റഡ് ആയിട്ടായിരിക്കും നിങ്ങൾ തമ്മിൽ കാണുന്നുണ്ടാവുക. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ടും അങ്ങനെയും ആവാം കേട്ടോ. വർക്ക് റിലേറ്റഡ് മീറ്റിംഗ് എന്തെങ്കിലും ആവാം. ക്ലാരിഫൈ 8 of Pentacles. ക്ലാരിഫൈ 8 of Pentacles. 4 മുതൽ 8 ദിവസത്തിനകം എന്നാണ് കാണുന്നത്. 4 മുതൽ 8 ദിവസത്തിനകം. ക്ലാരിഫൈ 8 of Pentacles. Ace of Wands. അവിടെ എന്ത് ഇവൻ്റ് തന്നെ ആയാലും Ace of Wands, Ace of Swordsഉം വാവും. അതായത് രണ്ടും ന്യൂ ബിഗിനിങ് ആണ്. അവർക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടിയതിന് ശേഷമാണ് അവർ ഈ ഇവൻറ്റിന് വരുന്നത്. പ്രോബബ്ലി വർക്ക് എന്ന് പറയുന്നത് ഒരു മറവായിരിക്കും. ലൈക്ക് വർക്ക് റിലേറ്റഡ് ആണ്. പക്ഷേ മെയിനായിട്ടുള്ള കാര്യം എന്താണ്, നിങ്ങളെ കാണുക എന്നുള്ളതാണ്. അവിടെ നിങ്ങളുമായിട്ട് സംസാരിക്കണം. ഒരു പുതിയ റൊമാൻറ്റിക് ബിഗിനിങ് അവിടെ ഉണ്ടാവണം. നിങ്ങളുടെ മനസ്സിൽ എന്താണെന്നൊരു ക്ലാരിറ്റി അവർക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ മനസ്സിലൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അവരുടെ ഫീലിംഗ് എന്താണെന്നുള്ളത് അവർക്കൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അത് നിങ്ങളോട് തുറന്ന് പറയണം. അങ്ങനെ ഒരു ബിഗിനിങ് നിങ്ങളുമായിട്ട് വേണം എന്നും അവർ ചിന്തിക്കുന്നുണ്ട്. വർക്ക് എന്ന് പറയുന്നത് ഇതിനു വേണ്ടിയുള്ളൊരു മറവാണ്. വർക്ക് റിലേറ്റഡ് ആയിട്ടാണ് അവർ വരുന്നത്. ഒരു മീറ്റിങ്ങുമായിരിക്കാം. പക്ഷേ അതിൻ്റെ പുറകിലുള്ള കാര്യം എന്താണ്, നിങ്ങളെ കാണുക എന്നുള്ളത് തന്നെയാണ്. നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്, ഒരു എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ അവിടെ ഉണ്ടെങ്കിൽ, അതായത് എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ അതിനൊരു അവസാനം കുറിച്ചിട്ട് നിങ്ങളുമായിട്ടൊരു പുതിയ തുടക്കം ഉണ്ടാവണം എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഇവർ വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ എന്താ പറയുക, ഒരു ഉറച്ച തീരുമാനം എടുത്തിട്ട് തന്നെയാണ് വരുന്നത് കേട്ടോ. അവിടെ ഇനി കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട. എല്ലാം ആലോചിച്ച് അവരൊരു തീരുമാനത്തിൽ എത്തിയതിന് ശേഷം തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് ഒരു തീരുമാനവുമായിട്ട് വരുന്നത് എന്ന് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കാമേ, ട്രാവൽ ചെയ്ത് വരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ട്രാവൽ ചെയ്താൽ മാത്രമേ ഈ ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. അത് ഒരു നിശ്ചയിച്ചുറപ്പിച്ചിട്ട് തന്നെ ട്രാവലിൻ്റെ 2, 3, 4 കാർഡ് ഇവിടെ ഉണ്ട്. അപ്പോൾ ട്രാവലിംഗ് എന്തായാലും കാണുന്നുണ്ട്. 2-ൽ ഒരാൾ ട്രാവൽ ചെയ്തിട്ട് ഈ ചിലപ്പോൾ ഒരു സിറ്റിയുടെ അകത്ത് ഒരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്ത് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തായിരിക്കും ഇവരിയ്ക്കുന്നത്. അവിടെ നിന്ന് ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിരിക്കാം. ഭയങ്കര ദൂരം ട്രാവൽ ചെയ്ത് വരണമെന്നല്ല, നിങ്ങളുമായിട്ടൊരു മിനിമം ദൂരമുണ്ട് ഇവർക്ക്. ട്രാവൽ ചെയ്ത് മാത്രമേ, നടന്നു വരാൻ പറ്റില്ല, വണ്ടിയിൽ വന്ന് മാത്രമേ നിങ്ങളെ കാണാൻ സാധിക്കുള്ളൂ എന്നുള്ള ഒരു ദൂരം അവിടെ ഉണ്ട്. ക്വീൻ ഓഫ് സോർട്സ് വെച്ചിട്ട് അവിടെ ഒരു സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. അവരതിനെക്കുറിച്ചും ആലോചിക്കുന്നതായിട്ട് കാണുന്നു. ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ്. ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ്. ഇന്ന് നല്ല തോട്ട്സാണ് പൊതുവെ അല്ലേ. ഒരു തീരുമാനം എടുത്ത് നിങ്ങളെ വന്ന് കാണണം, അങ്ങനെയൊക്കെ തന്നെയാണ്. പേജ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ടെമ്പറൻസ്. ഇവർ തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ പെട്ട് കിടക്കുകയായിരുന്നെങ്കിലും ഇവർ നിങ്ങളെ ഓൺലൈൻ നല്ലപോലെ തന്നെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ബാലൻസിൽ എത്തണം എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഏത് രീതിയിലും ആകാം. പാരൻ്റൽ പ്രഷർ ആവാം, പാരൻസിൻ്റെ എതിർപ്പ് അങ്ങനെ ആവാം, അല്ലെങ്കിൽ ഒരു സ്പൗസ് ഉണ്ടായിരിക്കും, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സ്റ്റക്കായിട്ടിരിക്കുന്ന ആവാം, എന്തുമാവാം. ഓക്കെ. പക്ഷെ അവിടെ അവർ ആലോചിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ത് തന്നെയായാലും നിങ്ങളുമായൊരു ബാലൻസിൽ എത്തണം എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ട്. ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്നൊക്കെ ഇവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ നിങ്ങൾ ഭയങ്കര സ്പിരിച്വലായിട്ട് ഒരാളാണെന്ന് അവർക്ക് തോന്നാറുണ്ട്. അതിനെപ്പറ്റിയും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ ഇത് കാണുന്ന സമയം ഇവർ നിങ്ങളുടെ വാട്സാപ്പിൻ്റെ DP-യോ അല്ലെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടാവുക. അങ്ങനെയും ആവാം. നിങ്ങളുടെ പേഴ്സണുമായിട്ട് ചാറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിലായിരിക്കും ഈ വീഡിയോ കാണുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇവർ നിങ്ങളുടെ ഫോട്ടോയോ
അങ്ങനെ എന്തോ അവരുടെ കൈവശമുള്ള നിങ്ങളുടെ പഴയ മെസ്സേജസ് ആവാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ആവാം, അങ്ങനെ എന്തെങ്കിലും നോക്കുന്നുണ്ടായിരിക്കും നിങ്ങളിത് കാണുന്ന സമയത്ത് കേട്ടോ. നിങ്ങളെ ഓർക്കുകയാണ് ബേസിക്കലി കേട്ടോ. ആ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, അവിടെ തേർഡ് പാർട്ടി ഉണ്ടോ ഇല്ലയോ അതൊന്നും അവർക്ക് വിഷയമല്ല. നിങ്ങളുമായിട്ട് ഒരു റിലേഷനിൽ വരണം, അത് മുന്നോട്ട് കൊണ്ടുപോകണം ബാലൻസ് ആയിട്ട് എന്ന് തന്നെയാണ് അവരവിടെ ആലോചിക്കുന്നത് കേട്ടോ. എംപറർ വെച്ചിട്ട് ഒന്നുകിൽ നിങ്ങളും ഇവരുമായിട്ട് ഒരുപാട് ഏജ് ഗ്യാപ്പ് ഉണ്ട്, ഇവരതിനെപ്പറ്റി കുറച്ച് ബോധമായിട്ട് ആലോചിക്കുന്നതായിട്ട് കാണുന്നു. രണ്ടാമത്തെ കേസ് അവിടെ നിങ്ങളുടെ ഇടയിൽ കാസ്റ്റ്, കൾച്ചർ, റിലിജൻ, സോഷ്യൽ സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ ഒരു വ്യത്യാസം ഉണ്ട്. അതൊക്കെ എങ്ങനെ തരണം ചെയ്യും, അല്ലെങ്കിൽ ഇവരിയ്ക്കുന്ന ചെയ്യുന്ന ജോലിയെ ഇത് ബാധിക്കുമോ, അങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. സൊസൈറ്റി എന്ത് പറയും എന്നൊക്കെ ചിന്തിക്കുന്ന ഒരാൾ, ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്ന ഒരാൾ, ഇതിൽ നിങ്ങളുമായിട്ടൊരു റിലേഷനിലായ, കാരണം ഏജ് ഗ്യാപ്പ് കാണുമായിരിക്കും, ഒരു റിലേഷനിൽ വന്നാൽ സമൂഹം അത് സ്വീകരിക്കുമോ, ജോലിക്ക് എന്തെങ്കിലും പ്രോബ്ലം വരുമോ, അങ്ങനെ എല്ലാം ചിന്തിക്കുന്നുണ്ട്. ഭയങ്കര പ്രാക്ടിക്കലായിട്ട് ഇരുന്ന് ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ഇവരുടെ അച്ഛനായിരിക്കും, അവരുടെ ഭാഗത്തുനിന്ന് ഭയങ്കരമായിട്ട് എതിർപ്പ് ഉള്ളതായിട്ട് കാണുന്നു. നിങ്ങളുടെയോ ഇവരുടെയോ ഫാദർ, അവരുടെ ഭാഗത്തു നിന്നും വളരെ പ്രബലമായ എതിർപ്പ് ഉള്ളതായിട്ട് കാണുന്നു. ക്ലാരിഫൈ ദി എംപറർ, പ്ലീസ് ക്ലാരിഫൈ ദി എംപറർ. അവിടെ റെസ്ട്രിക്ഷൻ ആണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ മെസ്സേജ് അയക്കുന്നതിൽ നിന്നുമൊക്കെ. ആൻഡ് 3 ഓഫ് പെൻറ്റക്കിൾസ് തേർഡ് പാർട്ടി തന്നെയാണ്, അത് അച്ഛൻ തന്നെ ആയിരിക്കാനാണ് സാധ്യത. ഓക്കെ, കാരണം പ്രാക്ടിക്കൽ ഈഗോ അതൊക്കെ ആണെങ്കിൽ തേർഡ് പാർട്ടിയുടെ സിറ്റുവേഷൻ അവിടെ വരേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ തേർഡ് പാർട്ടി ആയിട്ടാണ് അവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ കുറച്ച് കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ്. അതായത് ഈ ഫാദർ ഫിഗർ എന്ന് പറഞ്ഞ പേഴ്സൺ നിങ്ങളുടെ ആളെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന അത്രയും മെസ്സേജസോ കാര്യങ്ങളോ കോണ്ടാക്റ്റോ ഒന്നും ചെയ്യാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ പേഴ്സണ്. അതിനെപ്പറ്റി ഇദ്ദേഹം വളരെ വിഷമത്തോടെ ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഇവരുടെ കണ്ണ് എപ്പോഴും, അതായത് എന്ത് മെസ്സേജ് അയക്കുന്നു, ആരോടാണ് ചാറ്റ് ചെയ്യുന്നത്, ഇതൊക്കെ എങ്ങനെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്ത് അന്വേഷിക്കുന്ന പോലെ ആണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഇവരെ ഭയന്ന് ഇവരൊന്ന് സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഇതായിരുന്നു ഫസ്റ്റ് ഗ്രൂപ്പുകാരുടെ, അതായത് പൈറൈറ്റ് ചൂസ് ചെയ്ത ആൾക്കാരുടെ തോട്ട്സ് നിങ്ങൾക്കായിട്ട്. ഇനി അടുത്തത് റോസ് കോട്ട്സ് ചൂസ് ചെയ്തവർക്ക് പോവാം. ഇനി നമുക്ക് റോസ് കോട്ട്സ് ചൂസ് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിങ് നോക്കാം. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് ചൂസ് ചെയ്ത ക്രിസ്റ്റൽ റോസ് കോട്ട്സ് ആണ്. എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ചിന്തകൾ എന്താണ്, കറൻറ്റ് തോട്ട്സ് എന്താണ് എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട്, എൻ്റെ വ്യൂവേഴ്സിനെ കുറിച്ച് അവരെന്താണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, എൻ്റെ വ്യൂവേഴ്സ് ഈ വീഡിയോ കാണുന്ന സമയം അവരെക്കുറിച്ചുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ചിന്തകൾ എന്താണ്, കറൻറ്റ് ഓണസ്റ്റ് തോട്ട്സ് ഓഫ് മൈ വ്യൂവേഴ്സ് പേഴ്സൺ. പ്ലീസ് ഗൈഡ്, പ്ലീസ് ഗൈഡ്. The Fool. Okay, 6 of Cups. Lovers. Six of Pentacles. Knight of Pentacles. Okay. 3 of Wands. Queen of Wands. Ace of Pentacles. Knight of Wands, Queen of Swords, Star, Ten of Pentacles, 4 of Cups. ബേസിക്കായിട്ട് മിസ്സിങ് എനർജിയാണ് കാണുന്നത് കേട്ടോ. നിങ്ങൾ ഒരുപാട് മിസ്സ് ചെയ്യുന്നു നിങ്ങളിത് കാണുന്ന സമയം എന്നാണ് കാണുന്നത്. ആദ്യമായിട്ട് ദ ഫൂൾ വെച്ചിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് എന്ത് റിസ്ക് എടുക്കാനും ഇവർ തയ്യാറാണ് എന്ന് അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. എന്ത് തന്നെ വന്നാലും ശരി,
ഇനി മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ എന്ന് ഒരു ഉറച്ച തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. മുന്നിൽ ഉള്ള റിസ്ക്കൊക്കെ അവർക്കറിയാം, എല്ലാം അവർ ആലോചിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുമായിട്ടൊരു പുതിയ ബിഗിനിങ്ങിലേക്ക് കാലെടുത്ത് വയ്ക്കാം എന്ന് തന്നെയാണ് അവർ ചിന്തിക്കുന്നത്. കുറച്ച് അഡ്വഞ്ചറസ് ആയിട്ട് ചിന്തിക്കുകയാണ്. എന്ത് തന്നെ വന്നാലും വരുന്നിടത്ത് കാണാം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് വരുന്നതായിട്ടാണ് കാണുന്നത്. അതിനെപ്പറ്റി ചിന്തിക്കുന്നു അവർ കേട്ടോ. നൊസ്റ്റാൾജിക്കായിട്ട് നിങ്ങൾ മൊത്തം അവർക്ക് ഒരുപാട് ഓർമ്മകളുണ്ട്. അതൊക്കെ വീണ്ടും വീണ്ടും ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങൾ തമ്മിൽ സ്പെൻഡ് ചെയ്ത സമയം, നിങ്ങൾ തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നത്, അങ്ങനെ നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു സ്പെഷ്യൽ മൂമെൻറ്റ്സ് ഉണ്ടാവുമല്ലോ, അതിനെക്കുറിച്ചൊക്കെ ഇവർ ഇരുന്ന് ആലോചിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫ്ലവേഴ്സ് വെച്ചിട്ട് ഒരുപാട് സ്നേഹത്തോടെ തന്നെയാണ് നിങ്ങളെപ്പറ്റി ആലോചിച്ചുകൊണ്ടിരുന്നത്. നിങ്ങളവരുടെ ട്വിൻ ഫ്ലെയിമാണ്, സോൾമേറ്റാണ്, പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് എന്നൊക്കെ അവർക്ക് തോന്നാറുണ്ട്. അതിനെപ്പറ്റിയൊക്കെ ഇവർ വളരെ സ്നേഹത്തോടെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. നിങ്ങളുമായി ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് അവർ ആഗ്രഹിക്കുന്നു. ഓക്കെ, അതായത് സ്നേഹം കൊടുത്ത് സ്നേഹം കൈപറ്റണം എന്ന് അവർ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അതേപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യണം, നിങ്ങളെ സഹായിക്കണം എന്നുള്ളൊരു ചിന്തയും അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു സിനാറിയോ ഉള്ളവരാണെങ്കിൽ അതും അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളോട് അതിനെപ്പറ്റി സംസാരിക്കണം എന്നൊക്കെ അവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് എന്താണെന്ന് നോക്കട്ടെ. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്, അതുകൊണ്ടായി തൊട്ടടുത്ത കാർഡ് 3 ഓഫ് വോൺസ് ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട്, ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ടും നിങ്ങളോടുള്ള എനർജി ഒന്ന് സ്ലോ ഡൗൺ ആവുന്നതായിട്ട് കാണുന്നു. ക്ലാരിഫൈ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്. അപ്പോൾ ഹിസ് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ഹിയർ ഡിവൈൻ. അവിടെ 7 ഓഫ് പെൻഡക്കിൾസ് ആണ്. ഓക്കെ, അവിടെ ഒരു എന്താ പറയുക, ഫൈനാൻഷ്യൽ ബുദ്ധിമുട്ട് കൊണ്ട് നിങ്ങൾ തൽക്കാലം ഒരു ദൂരത്തിൽ ഇരിക്കുകയായിരിക്കും കേട്ടോ. ഒരു വെയിറ്റിംഗ് പീരീഡിൽ ഇരിക്കുകയാണ്. ഒരു സെപ്പറേഷൻ അവിടെ കാണുന്നുണ്ട്. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു സിറ്റുവേഷൻ അവിടെ കാണുന്നു. അതുകൊണ്ട് തന്നെ അവർ അതിനെപ്പറ്റി ഓർത്ത് വളരെ സങ്കടത്തിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതിനെപ്പറ്റി ചിന്തിക്കുകയാണ്, എന്നാണ് ഈ ബുദ്ധിമുട്ടുകളൊക്കെ തീർന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുക എന്നുള്ള രീതിയിൽ അവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, അതുകൊണ്ടാണ് അവിടെ അവരുടെ എനർജി കുറച്ച് സ്ലോ ഡൗൺ ആവുന്നതായിട്ട് കാണുന്നത്. നിങ്ങളിൽ പലരും ലോങ് ഡിസ്റ്റൻസ് ആണ്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനും ഉണ്ട്, പലരും എബ്രോഡൊക്കെ ആയിരിക്കും കേട്ടോ. ക്ലാരിഫൈ 3 ഓഫ് വോൺസ്. ക്ലാരിഫൈ 3 ഓഫ് വോൺസ്. മജീഷ്യൻ ആൻഡ് ദ സൺ. നിങ്ങൾ അവരുടെ ലൈഫിൽ ഒരുപാട് പോസിറ്റിവിറ്റി ആയിട്ട് വന്ന ആളാണ് എന്നവർ ചിന്തിക്കുന്നു. നിങ്ങളെപ്പറ്റി തന്നെയാണ്, ദൂരെ ഇരുന്നിട്ടായാലും അവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും ദൂരമായാലും 2 സിറ്റുവേഷനിലും തന്നെ ഇവർ നിങ്ങളെപ്പറ്റി തന്നെ ചിന്തിക്കുകയാണ്, നിങ്ങളെ തന്നെ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് പോസിറ്റിവിറ്റി ഉള്ളിൽ കൊണ്ട് നടക്കുന്ന ഒരാളാണെന്ന് അവർ വിചാരിക്കുന്നു. നിങ്ങളവരുടെ ലക്കി ചാമാണ് ബേസിക്കലി. അതായത് നിങ്ങൾ വന്നതിന് ശേഷമാണ് അവർക്ക് ലൈഫിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടന്നിട്ടുള്ളത് എന്ന് അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതിനെ പറ്റിയൊക്കെ അവർ ഓർക്കുന്നുണ്ടായിരുന്നു. ക്വീൻ ഓഫ് വോൺസ് വെച്ചിട്ട് നിങ്ങളുടെ ധൈര്യം, നിങ്ങളുടെ കഴിവുകൾ, അതേപോലെ നിങ്ങൾ നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റിയൊക്കെ ഉള്ള ഒരാളായിരിക്കണം. അതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ കാണിക്കുന്ന ആത്മാർത്ഥത, ചുറ്റുമുള്ളവരോട് കാണിക്കുന്ന ആത്മാർത്ഥത, നിങ്ങളുടെ സംസാരം, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളെ കാണാൻ നിങ്ങളുടെ ചിരി എല്ലാം, അതായത് നിങ്ങളുടെ നല്ല വശങ്ങളെല്ലാം ഇവർ ഒരുപാട് ആകർഷിക്കുന്നുണ്ട് ഇവരെ. അതിനെ പറ്റിയൊക്കെ കൂടി ഇവർ ആലോചിക്കുന്നുണ്ടായിരുന്നു. ഇവർക്ക് സ്നേഹത്തോടൊപ്പം നിങ്ങളോട് ബഹുമാനവും തോന്നുന്നുണ്ടായിരുന്നു. ഓക്കെ, അതേസമയം ഹേസ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുമായൊരു പുതിയ ബിഗിനിങ് വേണം എന്ന്, ഒരു പുതിയ തുടക്കം വേണം എന്നവർ ആലോചിക്കുന്നുണ്ട് കേട്ടോ. അതായത് ചിലരെങ്കിലും മനസ്സ് തുറക്കാത്തവരാണെങ്കിൽ അവർ നിങ്ങളുടെ അടുത്ത് ഒരു പ്രപ്പോസലൊക്കെ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. അല്ല ഓൾറെഡി നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ അത് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നതായിട്ടും കാണുന്നു. ഓക്കെ, നൈറ്റ് ഓഫ് വോൺസ് വെച്ചിട്ട് ഇവർ ഭയങ്കര പാഷനേറ്റായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങൾ ഇത് കാണുന്ന സമയത്ത്. ഓക്കെ, അങ്ങനെ അതായത് എന്താ പറയുക, അതിതീവ്രമായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്ന് എടുക്കുള്ളൂ. ഓക്കെ, നിങ്ങൾക്കറിയാം എന്തായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ടാവുക. നല്ല പാഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ഇക്കാലത്ത് എല്ലാവർക്കും അറിയാം. അങ്ങനെ ചിന്തിക്കുന്നു എന്നാണ്
എനിക്ക് ഒരു പരിധിയിൽ കൂടുതൽ പറയാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരുന്നു എന്നാണ് ഇതിൽ കാണുന്നത് കേട്ടോ. നിങ്ങളോട് ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ടായിരുന്നു ഓവറായിട്ട് എന്ന് തന്നെ വിചാരിച്ചോളൂ. ഓക്കെ, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് എത്തണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളെ കാണുക, നിങ്ങളെ ഫീൽ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെ മനസ്സിൽ. ഓക്കെ, ക്വീൻ ഓഫ് സോർട്സ് വെച്ചിട്ട് നിങ്ങൾ കുറച്ച് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്നും അവർ ചിന്തിക്കുന്നുണ്ടായിരുന്നു. അതേസമയം അവിടെ പലർക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. ഓക്കെ, ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ്, ക്ലാരിഫൈ ക്വീൻ ഓഫ് സോർട്സ്. അവിടെ എന്താണ് ക്വീൻ ഓഫ് സോർട്സിനെ പറ്റി ചിന്തിക്കാനുണ്ടായ സാഹചര്യം? ഹെയറോഫൻ്റ് ആണ് ആൻഡ് ഡെവിളാണ്. അതായത് ഇവർക്ക് ഇവരുടെ തേർഡ് പാർട്ടിയെ ഭയമാണ്. ഞാനത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവരുടെ തേർഡ് പാർട്ടി എന്ന് പറയുന്നത് വളരെ നെഗറ്റിവിറ്റി ഉള്ള ഒരാളാണ്. ഓക്കെ, അതായത് ബ്ലാക്ക് മാജിക് അങ്ങനെയൊക്കെ ചെയ്യുമെന്നൊക്കെ പറഞ്ഞ് ഇവരെ പേടിപ്പിക്കുന്നുണ്ടാവും കേട്ടോ. അതിനെക്കുറിച്ച് ഒരു ചിന്തിക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഈ പേഴ്സൺ അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. ഇവർക്ക് പേടിയാണ്. അതിനുവേണ്ടി സമൂഹത്തിന് വേണ്ടിയിട്ട് ഇവർ ആ മാരേജ് കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇത് ഈവൻ സ്പൗസായിരിക്കണം എന്നൊരു നിർബന്ധമില്ല. ഇവരുടെ ലൈഫിലുള്ള മറ്റാരെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ ഇവരുടെ ഈവൻ ഫാമിലിയിലുള്ള മറ്റുള്ളവരായിരിക്കാം കേട്ടോ. അമ്മ, സഹോദരി, ഈവൻ അച്ഛൻ, സഹോദരൻ, അങ്ങനെ ആരും ഇവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആരോ ഇവരെ പറഞ്ഞ് പേടിപ്പിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുമായിട്ടുള്ള റിലേഷനിൽ മുന്നോട്ട് പോയാൽ അതിൻ്റെ കോൺസിക്വൻസസ്, ഞാൻ വേറെ ഒന്നും നടന്നില്ലെങ്കിൽ ഞാൻ ബ്ലാക്ക് മാജിക് ചെയ്യും, നിങ്ങളെ നശിപ്പിക്കും എന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെ അവർ പേടിച്ച് നിൽക്കുന്നതായിട്ടും അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ പേടിച്ചിരിക്കുകയാണ് അവർ. അങ്ങനെയും അവിടെ കാണുന്നുണ്ട് കേട്ടോ. സ്റ്റാർ വെച്ചിട്ട് വീണ്ടും നിങ്ങളാണ് അവരുടെ ലൈഫിൽ ഒരു ഹോപ്പ് കൊടുത്തത്. എല്ലാം കൈവിട്ട് നിന്ന സമയത്ത് നിങ്ങളാണ് ഒരു ഹോപ്പായിട്ട് അവരുടെ ലൈഫിലേക്ക് കടന്നു വന്നത് കേട്ടോ. നിങ്ങൾ വന്നതിന് ശേഷം അവരുടെ ഭാഗ്യമൊക്കെ മറിഞ്ഞ് നല്ല രീതിയിൽ അവർ വന്നു. അവരുടെ ലൈഫ് ഒരു പോസിറ്റീവ് ടേൺ എടുത്തു. അതുകൊണ്ട് തന്നെ നിങ്ങൾ അവർക്ക് ഭയങ്കര ലക്കിയാണ് എന്നവർ വിചാരിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങൾ അവരുടെ ലൈഫിൽ എന്നും കൂടെ വേണം എന്നൊക്കെ ഇവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നല്ല ചിന്തകളല്ലേ. ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്. അവിടെ ഒരു ഫാമിലിയുടെ പ്രൊട്ടക്ഷൻ അവർക്ക് വരുന്നതായിട്ട് കാണുന്നു. ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്, ക്ലാരിഫൈ 10 ഓഫ് പെൻറ്റക്കിൾസ്. ഏസ് ഓഫ് കപ്സ് ആൻഡ് ടവർ. അവിടെ നിങ്ങളോട് അതിയായ സ്നേഹമുണ്ടെങ്കിലും അവിടെ ഒരു കുടുംബത്തിൻ്റെ പ്രസൻസ് കാണുന്നുണ്ട്. കുടുംബത്തിൻ്റെ സംരക്ഷണം ഇദ്ദേഹത്തിൻ്റെ ചുമലിലാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു ടവർ മൂവ്മെൻറ്റ്, നിങ്ങളുമായിട്ട് സ്നേഹബന്ധത്തിന് ഒരു ടവർ മൂവ്മെൻറ്റ് വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, അവരതിനെ പറ്റിയിട്ട് വളരെ ബോധേഡായിട്ട് ചിന്തിക്കുന്നുണ്ടായിരുന്നു. കാരണം ഫാമിലിയും വിടാൻ വയ്യ, നിങ്ങളെയും വിടാൻ വയ്യ എന്നുള്ളൊരു സിറ്റുവേഷൻ. പക്ഷേ ഫാമിലി കൂടെ തന്നെ ഉള്ളത് കാരണം ഇവർക്ക് നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനൊന്നും പറ്റുന്നില്ല. അതിനെ പറ്റിയിട്ട് ഇവർ ചിന്തിക്കുന്നതായിട്ട് കാണുന്നു. ഓക്കെ, 4 ഓഫ് കപ്സ് വെച്ച് മിസ്സിങ് എനർജിയാണ്. ഒരുപാട് മിസ്സ് ചെയ്യുന്നുണ്ടായിരുന്നു നിങ്ങളെപ്പറ്റി തന്നെ ഓർക്കുകയായിരുന്നു. നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങളെ മിസ്സ് ചെയ്യുകയാണ് ഇദ്ദേഹം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയായിരുന്നു സെക്കൻഡ് ഗ്രൂപ്പുകാരുടെ പേഴ്സൻ്റെ തോട്ട്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള. ഓക്കെ, അപ്പോൾ ഇനി ഞാൻ കുറച്ച് മെസ്സേജസും എടുത്തിട്ട് ഡിവൈൻ ഗൈഡൻസും കൂടെ പറഞ്ഞുതരാം. ഇനി നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് നോക്കാം. ടാരോ വെച്ച് തന്നെ നോക്കാം കേട്ടോ. കുറച്ച് കാർഡ്സേ എടുക്കുള്ളൂ, കാരണം ഡിവൈൻ ഗൈഡൻസ് കൂടെ നമുക്ക് നോക്കാറുണ്ട്. ദി എംപ്രസ്, ലവേഴ്സ്, ഓക്കെ, ഹെർമിറ്റ്, ക്വീൻ ഓഫ് കപ്സ്, 6 ഓഫ് പെൻറ്റക്കിൾസ്, ഓക്കെ, ഏസ് ഓഫ് കപ്സ്, ഗുഡ്, 3 ഓഫ് wands, ഓക്കെ, 2 ഓഫ് swords, 9 ഓഫ് കപ്സ്, 10 of cups, okay, 7 of wands, magician, page of pentacles. പുതിയ ഡെക്കാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്ത് തുടങ്ങി. എംപ്രസ് കാർഡ് വെച്ചിട്ട് അവർ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾക്ക് പകരമായിട്ട് അവരുടെ ജീവിതത്തിൽ ആരും വേണ്ട, ഒന്നും വേണ്ട എന്ന് തന്നെയാണ് അവർ
ചിന്തിക്കുന്നത് നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു എംപ്രസ് സാന്നിധ്യമാണ്. അവർക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നിങ്ങളെ പ്രതി ഹൈലി അട്രാക്റ്റഡ് ആണ് ഇവർ. അതായത് ഇവർക്ക് ഇവരുടെ ലൈഫിൽ അവരുടെ കുഞ്ഞുങ്ങളുടെ അമ്മ അച്ഛൻ ആയിട്ട് നിങ്ങളെ മതി. നിങ്ങളെയാണ് അവരെ സ്ഥാനത്ത് കാണുന്നത് എന്ന്, അവരുടെ ലൈഫ് പാർട്ട്ണറായിട്ട് നിങ്ങളെയാണ് കാണുന്നത് എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു. ലവേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ അറിയാം, അവർ പറയുന്നു അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് എന്ന് തന്നെ, നിങ്ങൾക്കും അവരെ ഇഷ്ടമാണ് എന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഹെർമിറ്റ് വെച്ചിട്ട് ഒരുപാട് ഒറ്റപ്പെട്ട ഫീലിങ്ങിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവിടെ തൊട്ട് താഴെയുള്ള 3 of Wands ആണ്. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട്. തേർഡ് പാർട്ടി അറിയുമെന്നുള്ളൊരു ഭയം അവർക്കുണ്ട്. 2 of Swords വെച്ച് ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ ഇരിക്കുന്നതായിട്ടും അവർ പറയുന്നു. അതുകൊണ്ട് തന്നെ ഒരു മാനസികമായിട്ട് ഒരു ഒറ്റപ്പെട്ട ഫീലിംഗ് ആണ് ഇവർക്ക് ഉള്ളത്. വിഷമം തോന്നുന്നു എന്നും പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ക്വീൻ ഓഫ് കപ്സ് വെച്ച് നിങ്ങളെ പറ്റി ഒരുപാട് ഇമോഷണലാണ് അവർ എന്നും നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. സ്നേഹം, സന്തോഷം, വിരഹം, സങ്കടം എല്ലാം ഫീലിങ്സ് ആണ് അല്ലേ. അങ്ങനെ അവർ ഒരുപാട് സ്നേഹത്തോടെയും വിഷമത്തോടെയും എല്ലാം തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നത് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. 6 of Pentacles വെച്ച് നിങ്ങളുമായി ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് അവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. നേരത്തെ നമ്മുടെ റീഡിങ്ങിലും അത് വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് സ്നേഹം കൊടുത്ത് സ്നേഹം വാങ്ങണം എന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. ഏസ് ഓഫ് കപ്സ് വെച്ച് മനസ്സ് നിറഞ്ഞു തുളുമ്പുന്ന അത്രയും സ്നേഹമാണ് നിങ്ങളോട് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ, നിങ്ങൾ അവരുടെ ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്ന് തന്നെ അവർ കരുതുന്നു. പക്ഷേ അവിടെ ഒരു ഫാമിലിയുടെ സാന്നിധ്യം കാണുന്നുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി എന്നൊരു ഫാമിലി എന്ന് പറയുന്നത് എങ്ങനെയും വേണമെങ്കിലാവാം. പാരൻ്റൽ പ്രഷറാവാം, പാരൻസ് ആവാം, അവരുടെ സ്പൗസ് ആവാം അല്ലേ. അങ്ങനെ 2 രീതിയിൽ ഫാമിലി ഉണ്ട് നമുക്ക്. എന്തായാലും ഈ പറഞ്ഞ തേർഡ് പാർട്ടിയുടെ ഒരു തടസ്സം അവിടെ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇവരുടെ ഭാര്യ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു എക്സ് ആയിരിക്കാം, അങ്ങനെ അതായത് നിങ്ങളുടെ ബന്ധത്തിന് തടസ്സം നിൽക്കുന്ന ആരോ എന്തോ അതാണ് അവിടെ തേർഡ് പാർട്ടി. അതിൻ്റെ ഒരു സാന്നിധ്യം അവിടെ കാണുന്നുണ്ട്. ഇത് എസ്പെഷ്യലി ഫാമിലിയാണ്. ഓക്കെ, 10 of Cups ഫാമിലി കാർഡാണ്. ഫാമിലിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്നും അവർ പറയാൻ ആഗ്രഹിക്കുന്നു. 7 of Wands വെച്ച് ലോങ് ഡിസ്റ്റൻസ് ആണ് ഇപ്പോൾ എന്ന് കാണുന്നു. അത് ഇവരെ ബോധർ ചെയ്യുന്നുണ്ട്. ഒരു പക്ഷേ ദൂരം തരണം ചെയ്ത് ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ടാവും അടുത്ത 7 ദിവസത്തിനകം കേട്ടോ. 7 ദിവസത്തിനകം നിങ്ങൾ തമ്മിൽ കാണാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. മജീഷ്യൻ വെച്ച് നിങ്ങളെ തന്നെയാണ് ഇവർ മാനിഫെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ നിർത്താനേ സാധിക്കുന്നില്ല എന്ന് ഇവർ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. പേജ് ഓഫ് പെൻറ്റക്കിൾസ് വെച്ച് നിങ്ങളുടെ പഴയ മെസ്സേജസ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ, നിങ്ങളുടെ വാട്സാപ്പിൻ്റെ DP, ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്, നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം ഇവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. അതും ഇവർ പറയാൻ ആഗ്രഹിക്കുന്നു. അതേപോലെ നിങ്ങളിൽ നിന്നും ഒരു മെസ്സേജോ കോളോ ഒക്കെ ഇവർ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നും പറയാൻ ആഗ്രഹിക്കുന്നു. അല്ലെങ്കിൽ അവർ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ നിങ്ങളെ കാണാൻ വരികയോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയക്കുകയോ കോൾ ചെയ്യുകയോ എന്തെങ്കിലും ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്ന പോലെ കാണുന്നു. അത് അവർ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. അതായത് അവർ പറയുന്ന കോൾ മീ, മെസ്സേജ് മീ, അല്ലെങ്കിൽ ഐ വിൽ കോൾ യു, ഐ വിൽ ടോക്ക് ടു യു എന്നുള്ള രീതിയിൽ പറയുന്ന പോലെ ആണ് അവിടെ കാണുന്നത്. ഓക്കെ, ഇതായിരുന്നു നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ്. ഇനി നമുക്ക് ഡിവൈൻ ഗൈഡൻസിലേക്ക് പോവാം. ഇനി ഇന്നത്തെ ഡിവൈൻ ഗൈഡൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സെൽഫ് വർത്ത് ആൻഡ് വാല്യൂ, ടൈം ടു ഹീൽ, ഷാഡോ വർക്ക്, സെൽഫ് അപ്രീസിയേഷൻ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, സെൽഫ് റെസ്പെക്റ്റിനേക്കാളും മുകളിലായിട്ട് യാതൊന്നുമില്ല. നിങ്ങളെ ചവിട്ടി തേക്കാൻ ആരെയും സമ്മതിക്കരുത്, ചുരുക്കി പറഞ്ഞാൽ കേട്ടോ. സ്വന്തം കാര്യങ്ങൾ നോക്കുക, സ്വയം സ്നേഹിക്കാൻ പഠിക്കുക ആദ്യം. സ്വന്തം കാലിൽ നിൽക്കാൻ പഠിക്കുക, സ്വയം ഹീൽ ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ വിലയില്ലാതെ കാണിക്കുന്നവരെ നമ്മൾ നിലവെക്കേണ്ട കാര്യമില്ല, ചുരുക്കി പറഞ്ഞാൽ കേട്ടോ. അതാണ് ഡിവൈൻ പറയുന്നത്. ഇൻട്രസ്റ്റഡ് ഇൻ യു, ബ്ലൂമിങ്, റൊമാൻസ്, ഫ്ലേർട്ടിങ്, വാണ്ടഡ്. ഇതൊരു പുതിയ പ്രപ്പോസൽ ചിലർക്കെങ്കിലും വരാൻ പോകുന്നു എന്ന് ഡിവൈൻ പറയുകയാണ്. പോസിറ്റീവ് മൈൻഡ് സെറ്റ്, മാനിഫെസ്റ്റ് ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് ബ്ലെസ്സിങ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മാനിഫെസ്റ്റ് ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. പോസിറ്റീവ് തിങ്കിങ് കീപ്പ് ചെയ്യാനാണ് പറയുന്നത്. ലാക്കിംഗ് കോൺഫിഡൻസ്, സെൽഫ് സാബോട്ടാജ്, ഈഗോ ആൻഡ് ഫിയർ, ഫ്രസ്ട്രേഷൻസ്. ഈ കാരണങ്ങൾ കൊണ്ടായിരിക്കും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ അപ്രോച്ച് ചെയ്യാതിരിക്കുന്നത്. അതായത് അവർക്ക് കോൺഫിഡൻസ് ഇല്ല, സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. ചിലപ്പോൾ ഈഗോ ആയിരിക്കാം, ചിലപ്പോൾ പേടിയായിരിക്കാം, ചിലപ്പോൾ ചില സിറ്റുവേഷൻസ് ആയിരിക്കും അവരുടെ ജീവിതത്തിലുള്ള
നിങ്ങളുടെ അടുത്തേക്ക് വരാൻ പറ്റാത്തതായിട്ട് തടുക്കുന്നത്. ഓക്കെ, അതാണ് ഡിവൈൻ പറയുന്നത് ഇവിടെ. ദ ബിഗിനിങ്സ്, ലിബറേഷൻ, റീബോൺ, ട്രാൻസിഷൻ, ട്രാജിക് എൻഡിങ്സ്. ചിലർക്ക് ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനൊക്കെ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതൊരു അവസാനമല്ല, അതൊരു പുതിയ തുടക്കത്തിനുള്ള ആരംഭമാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു ഡിവൈൻ. കോമ്പറ്റീഷൻ ആൻഡ് എനിമി, ദി അതർ വുമൺ ലുക്ക് ഓവർ യുവർ ഷോൾഡർ. സൂക്ഷിക്കാനാണ് പറയുന്നത്. ചിലർക്ക് നിങ്ങൾ അറിയാത്ത രീതിയിലൊരു തേർഡ് പാർട്ടി നിങ്ങളുടെ ലൈഫിലുണ്ട്. നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും ഇത്. അതുകൊണ്ട് ചുറ്റുമുള്ളവരെ സൂക്ഷിക്കാനാണ് പറയുന്നത്. അട്രാക്ഷൻ, ടീസിങ്, ഹൂക്കിംഗ് അപ്പ്, ഡേറ്റ്, തേർഡ് പാർട്ടി, ടെംപ്റ്റേഷൻ. ഓക്കെ, നിങ്ങളുടെ തേർഡ് പാർട്ടി നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് എന്താ പറയുക, അവരുടെ പരിധിയിൽ നിർത്താൻ ശ്രമിക്കുന്നതായിട്ട് തോന്നുന്നു എന്ന് ഡിവൈൻ പറയുന്നു കേട്ടോ. എക്സ്പ്രസിങ് ലവ്, മെസ്സേജസ് ഓഫ് ലവ്, തിങ്കിങ് ഓഫ് യു, ഇൻഫോമിങ് യു. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെപ്പറ്റി ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ചിലർക്ക് കോൾ, മെസ്സേജ്, കോണ്ടാക്റ്റിൽ വരിക എല്ലാം സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് ഡിവൈൻ പറയുന്നു. ഇൻസൈൻ കെമിസ്ട്രി, സ്പാർക്സ് ആൻഡ് ഹാവിങ് ഫൺ, ഈക്വൽ ഇൻട്രസ്റ്റ്, ബേണിംഗ് ഡിസയർ. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ എനർജീസ് മിറർ ചെയ്യാണ്. നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത് അവിടെയും അത് തന്നെയാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് എത്ര ഇൻട്രസ്റ്റ് ഉണ്ടോ അവർക്കും അത്രയും തന്നെ ഇൻട്രസ്റ്റ് ഉണ്ട് എന്നും ഡിവൈൻ പറയാൻ ആഗ്രഹിക്കുന്നു കേട്ടോ. ഡീപ്ലി ഹേർട്ട് ആൻഡ് സാഡ് ഫീലിംഗ്, ലോസ്, ഗ്രീവിങ് ആൻഡ് ഡെസ്പയർ, ബ്രേക്കപ്പ്. ചിലരെങ്കിലും ബ്രേക്കപ്പ് സിറ്റുവേഷനെ കൂടി കടന്നു പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. അവിടെ തളർന്നു പോകരുത് എന്നാണ് ഡിവൈൻ നിങ്ങളോട് പറയുന്നത് കേട്ടോ. ഈ സിറ്റുവേഷനും മാറി വരും എന്ന് തന്നെയാണ് ഡിവൈൻ പറയുന്നത്. ഓക്കെ. കോ ഡിപ്പെൻഡൻറ്റ്, ഒബ്സെഷൻ, റിസ്ട്രെയിൻ, പൊസഷൻ ആൻഡ് കൺട്രോൾ, ഇമോഷണൽ ബ്ലോക്ക്. നിങ്ങൾ പലരും ഒരു കോ ഡിപ്പെൻഡൻസി ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് ഇവരെ വിട്ട് നിങ്ങൾക്ക് ഒരു നിമിഷം പോലും ഇരിക്കാൻ സാധിക്കില്ല എന്ന് ചിന്തിക്കുന്ന അത്രയും വലിയ അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഒബ്സെഷൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത്. അത് നല്ലതല്ല. അത് നിങ്ങൾക്ക് ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കും കേട്ടോ. നിങ്ങളുടെ ഇമോഷണൽ സ്ട്രെങ്ത്തിനെ അത് കുറയ്ക്കും. അതുകൊണ്ട് അങ്ങനെ ഒരു അഡിക്ഷനൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അത് കുറച്ച് കൺട്രോൾ ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. സഡൻ ചേഞ്ച്, ഷോക്കിംഗ് ന്യൂസ്, സർപ്രൈസ് ആൻഡ് എപ്പിഫനി, ട്രാൻസ്ഫോർമേഷൻ. എന്തോ ഒരു സഡൻ ചേഞ്ച് അല്ലെങ്കിൽ ഒരു സർപ്രൈസ് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു എന്നും ഡിവൈൻ പറയുന്നു. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു ഡിവൈൻ ഗൈഡൻസ് നിങ്ങൾക്കുള്ള. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിങ്. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രിപ്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നിങ്ങളുടെ എനർജി ത്രൂ ആണ് ഞാൻ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി കണക്റ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ നിങ്ങളുമായിട്ടൊരു ലിങ്ക് വേണ്ടത് അത്യാവശ്യമാണ്. ആ ലിങ്ക് എന്താണ്? സബ്സ്ക്രിപ്ഷനാണ്. ഓക്കെ, അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതേപോലെ വേറെ എന്താണ്, ഇതുപോലത്തെ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് ഉടനെ തന്നെ വീണ്ടും കാണാം. പേഴ്സണൽ റീഡിംഗ് വേണ്ടവർക്ക് വാട്സാപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട്. നോക്കിക്കോളൂ, കോൺടാക്റ്റ് ചെയ്തോളൂ ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ ഇനി കാണും വരെ എല്ലാവരും പോസിറ്റീവായിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, സമാധാനമായിട്ടിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക. ദൈവം രക്ഷിക്കട്ടെ. ബൈ.